എപ്സ്റ്റൈൻ ഫയലുകളെക്കുറിച്ച് എന്തെങ്കിലും നരേന്ദ്രമോദി മിണ്ടിയോ? നാണക്കേടായി നിൽക്കുകയല്ലേ? കുപ്രസിദ്ധ ലൈംഗിക കുറ്റവാളി 36-ലധികം വരുന്ന പ്രായപൂർത്തിയായ പെൺകുട്ടികളെ ലൈംഗിക വൃത്തിക്ക് ഉപയോഗിച്ചു എന്നതിൻ്റെ പേരിലും അതിലധികം പെൺകുട്ടികളെ പ്രമുഖർക്ക് കാഴ്ചവെച്ചു എന്നതിൻ്റെ പേരിലും ലൈംഗിക കുറ്റവാളിയായി 2019 വരെ ജയിലിലടച്ച് ഒടുവിൽ ആത്മഹത്യ ചെയ്ത് ദുരൂഹമായിട്ട് കൊല്ലപ്പെട്ട ഈ ജെഫ്രി എപ്സ്റ്റീൻ്റെ ഫയലുകളിൽ നമ്മുടെ പ്രധാനമന്ത്രിയുടെ പേരെങ്ങനെ വന്നു? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് ഈ ജെഫ്രി എപ്സ്റ്റീനെ മായിട്ട് നരേന്ദ്രമോദിയും ട്രംപും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്. ഒരു വിഷ്യസ് ട്രയാങ്കിൾ ഉണ്ട്. ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ അതിൽ അനംബാനിയുടെ പേരും കൂടി ചേർക്കണം, എങ്കിലാണ് ആ ബന്ധത്തിൻ്റെ ചിത്രം വ്യക്തമാവുക. ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. 2017 ജൂലൈ മാസത്തിൽ ഈ നമ്മുടെ നരേന്ദ്രമോദി ഇസ്രായേൽ സന്ദർശനം നടത്തിയതാണല്ലോ ആദ്യം പുറത്തു വന്നത്. അതുമാത്രമല്ല, നരേന്ദ്രമോദിയുമായി ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള സൗഹൃദം, മൈ ഫ്രണ്ട് എന്ന് വിളിക്കത്തക്ക രീതിയിലുള്ള സൗഹൃദം എങ്ങനെ വളർന്നു എന്നുള്ളതിനെക്കുറിച്ച് കൂടിയുള്ള ഡീറ്റെയിലിംഗ് ഈ ഫയലുകളിൽ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് ബന്ധപ്പെടുന്നത്? അനിൽ അംബാനി മോദിക്ക് വേണ്ടിയിട്ട് എപ്സ്റ്റീനുമായിട്ട് ബന്ധപ്പെടുന്നു. എപ്സ്റ്റീൻ അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു. ആ ബന്ധത്തെക്കുറിച്ചുള്ള ഫയലുകളാണ് പുറത്തു വന്നത്. ഒരൊറ്റ ഉദാഹരണം മാത്രം പറയാം. ഇസ്രായേൽ സന്ദർശനവുമായി ബന്ധപ്പെട്ട ഉദാഹരണമാണ്. 2017 മാർച്ച് മാസത്തിൽ അംബാനിയോട് എപ്സ്റ്റീൻ ചില കാര്യങ്ങൾ ചോദിക്കുന്നു. ആ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മോദി ഇസ്രായേൽ സന്ദർശിക്കും എന്നൊരു മറുപടി അനിൽ അംബാനി എപ്സ്റ്റീന് വേണ്ടി നൽകുന്നു. എപ്സ്റ്റീൻ അത് അമേരിക്കയെ അറിയിക്കുന്നു. അതിനുശേഷം ജൂലൈ 6-ാം തീയതി ഇസ്രായേൽ സന്ദർശിക്കുന്നു. ജൂലൈ 26-ാം തീയതി ട്രംപുമായിട്ട് കൂടിക്കാഴ്ച നരേന്ദ്രമോദി നടത്തുന്നു. അതിനെക്കുറിച്ച് എപ്സ്റ്റീൻ പറഞ്ഞിരിക്കുന്ന വാചകം ഇങ്ങനെയാണ്: ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി തൻ്റെ ഉപദേശം സ്വീകരിച്ചു. ഇസ്രായേലിൽ പോയി അമേരിക്കൻ പ്രസിഡന്റിനു വേണ്ടി പാട്ടും പാടി ഡാൻസും കളിച്ചു. സംഗതി ഏറ്റു എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ എപ്സ്റ്റൈനാണ്. എന്ത് സംഗതി ഏറ്റു? എന്താണ് സംഗതി? ഒരു ലൈംഗിക കുറ്റവാളിയായ എപ്സ്റ്റീനുമായി എപ്സ്റ്റീൻ്റെ ഫയലുകളിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ പേരെങ്ങനെ വന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ട്രംപിൻ്റെ അനുയായി ടോം ബ്രോക്കിന് ഒരു മെയിൽ അയച്ചത് എപ്സ്റ്റൈനാണ്. എന്താണ് എപ്സ്റ്റൈൻ അയച്ചത്? ഈ മോദിയുമായിട്ടുള്ള സൗഹൃദമുണ്ട്, ട്രംപുമായിട്ടുള്ള സൗഹൃദത്തിൽ മോദി ആഗ്രഹിക്കുന്നു എന്ന മട്ടിൽ ഇടനിലക്കാരനായി നിൽക്കുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ സൗഹൃദം വേണമെങ്കിൽ എപ്സ്റ്റീൻ എന്ന് പറയുന്ന ലൈംഗിക കുറ്റവാളിയുടെ ഇടനില വേണമോ എന്ന ചോദ്യം പ്രസക്തമാണ്. അതിന് പ്രധാനമന്ത്രി മറുപടി നൽകണ്ടേ? ഈ നിമിഷം വരെയും പ്രധാനമന്ത്രി മറുപടി നൽകിയില്ല. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി എഡ്യൂനയുടെയും നെഹ്റുവിൻ്റെയും പഴയ പുസ്തകം എടുത്തുകൊണ്ട് വന്ന് പാളീസാവുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ചുരുക്കം പറഞ്ഞാൽ കഴിഞ്ഞ 12 വർഷത്തിൽ ഇതാദ്യമായി നരേന്ദ്രമോദി ലോക്സഭയിൽ പ്രസംഗിക്കാനാവാതെ, രാജ്യസഭയിൽ ഉയർത്തിയ ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ലാതെ എല്ലാ ആയുധങ്ങളും നഷ്ടപ്പെട്ടു നിൽക്കുന്ന പോരാളിയായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇതാദ്യമായി കരുത്തുറ്റ പ്രതിപക്ഷത്തിൻ്റെ കരുത്തറിഞ്ഞിരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി.